ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി കുറേ പ്രാവശ്യം ഞാൻ ഫോൺ എടുത്ത് ഓൺ വോയിസിൽ വരണം, നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് കുറേ പ്രാവശ്യം ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു. പക്ഷേ എനിക്കൊരു മടി, സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു മടി. അപ്പം എന്താണ് കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ലേഡീസായാലും ജെൻസായാലും നമ്മൾ വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, പ്രത്യേകിച്ച് ടൂ വീലർ എടുത്ത് റോഡിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, എനിക്ക് ഡൗട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ, ഞാൻ പലപ്പോഴും ഞാൻ സ്കൂട്ടി എടുത്ത് പോകുന്ന സമയത്ത് വലിയ വാഹനങ്ങൾ, അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, അതുപോലെ തന്നെ KSRTC എടുത്ത് പറയാട്ടോ, അവരെ വലിയ ലോറികൾ, ഇവരൊക്കെ പോകുന്ന അതേ റോഡിൽ കൂടെ തന്നെയാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും എനിക്കൊരു ആഴ്ചയിൽ ഒരു 4 അനുഭവം തന്നെങ്കിലും അങ്ങനെയുണ്ട്. ഇപ്പം ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, അവർ വരുന്നത് കണ്ട നമ്മളെ വണ്ടി എങ്ങനെയാണെങ്കിലും, നമ്മൾ കറക്റ്റ് സ്ഥലത്തൂടെയാണ് വണ്ടി ഓടിക്കുന്നത് എങ്കിൽ പോലും അവർ നേരെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത് കണ്ട നമ്മൾ ഒന്നിക്ക് വണ്ടി നിർത്തണം, അല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് വണ്ടി സൈഡായി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഒരുപാട് തവണ എനിക്ക് വന്നു. ഈ ഒരു കാര്യം നിങ്ങൾക്കാർക്കും വന്നിട്ടുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയ സംശയമാണ്, ഈ ചെറിയ വണ്ടികൾ വലിയ വണ്ടിയെ കാണുമ്പോൾ വഴി മാറി കൊടുക്കണമെന്ന് നമ്മളെ ട്രാഫിക് നിയമത്തിൽ, അല്ലെങ്കിൽ റോഡ് നിയമങ്ങളിൽ, അല്ലെങ്കിൽ വാഹനം ഓടിക്കുമ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും നിയമങ്ങളിൽ അങ്ങനെ ഉണ്ടോ? നമ്മൾ റോങ് സൈഡാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ. നമ്മൾ ഈ സൈഡ് കൂടെ പോകുന്ന സമയത്ത് പോലും അവർ റോങ് സൈഡ് കയറി വരുമ്പോൾ നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ പൊതുവെ എല്ലാവരും പറയും മാറിക്കൊടുക്കണം. അവരിടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് കേസൊന്നും ഉണ്ടാവില്ല, അവർ എങ്ങനെയെങ്കിലും കഴിച്ചിട്ടായിക്കോളും, നമുക്കാണ് നഷ്ടം. അപ്പം ഈ പറയുന്ന കാര്യത്തോട് നിങ്ങൾക്ക് എത്ര പേർക്ക് യോജിപ്പുണ്ട്? നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ജീവന് ഒരു വിലയും തരാണ്ട് മറ്റ് വണ്ടിക്കാർ, ഇതുപോലുള്ള വലിയ വണ്ടിക്കാർ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മൾ വണ്ടി മാറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനാർക്കും ഉത്തരവാദിത്തമില്ല. അതവർക്ക് വിഷയമല്ല, അവർക്ക് പൈസ ഉള്ളതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകുമ്പോൾ നാളെ ഈ ചെറിയ വണ്ടി ഓടിച്ചു പോകുന്ന എന്നെപ്പോലുള്ള, അതേപോലെ ഇപ്പം ആണുങ്ങളായാൽ പോലും, ആണുങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയില്ല, അവർക്ക് പേടിയില്ലാന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കട്ടി ഗാംഭീര്യത്തിലൊക്കെ നിൽക്കും. ബട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ പല തവണ വണ്ടി അവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് റോഡിൻ്റെ സൈഡിൽ. ഞാൻ സൈഡിൽ കൂടിയാണ് പോവുക, അത് തന്നെ ഞാൻ വലിയ സ്പീഡിലൊന്നും ഞാൻ വണ്ടി ഓടിക്കില്ല, അത്രയും ശ്രദ്ധിച്ചാൽ പോവുകയും ചെയ്യും. അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ റോങ് സൈഡ്, നമ്മൾ കറക്റ്റ് സൈഡിലാണ് ഓടിക്കുന്നത് വെച്ചാൽ അതിന് നേരെ വണ്ടി വരുമ്പോൾ ഞാൻ എത്രയോ തവണ എനിക്ക് വണ്ടി മാറ്റാൻ പറ്റാനായിട്ട് ഞാൻ റോഡിനടുത്ത് വണ്ടി നിർത്തി നിന്നിട്ടുണ്ട്. കാരണം ഒരു ഇടിക്കുകയാണെങ്കിൽ ഇടിക്കട്ടെ, എനിക്ക് വേറൊരു വഴിയില്ല എന്നൊരു മട്ടിൽ. ഇങ്ങനെ അനുഭവിച്ച ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാം. ഇത് ശരിക്കും വലിയ വണ്ടി ഓടിക്കുന്ന ആൾക്കാർ എത്ര സ്പീഡിൽ പോയാലും എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെ കൂടി പരിഗണിച്ച് ഓടിക്കണം എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിനൊന്നും ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് എന്ന് ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ. നാളെ ഒരു പെൺകുട്ടി ആ സ്കൂട്ടി ഓടിക്കുന്നതെന്ന് വെച്ചാൽ പറയും അവളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആയിരിക്കും. അത് നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ പോലും ഓൾറെഡി എല്ലാവരും വിചാരിക്കുന്നത് എന്താ വെച്ചാൽ പെണ്ണുങ്ങളെ ഇതിലാണ് തെറ്റെന്നുള്ള രീതിയിലാണ് പൊതുവെ സംസാരിക്കുക. ഇത് പെണ്ണുങ്ങളെ കാര്യം മാത്രമല്ല, ഇത് ആണുങ്ങൾക്കായാലും ഈ വലിയ വണ്ടിക്കാർ ചെറിയ വണ്ടിക്കാരെ ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചിട്ട് കറക്റ്റ് നമ്മൾ പോയാലും നമ്മളെ തട്ടിയിട്ട് പോകുന്നതും, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് ഇൻഷുറൻസോ കാര്യം കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഒരു ജീവൻ പൊലിഞ്ഞ് പോകാണ്ട് നോക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനോട് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ യോജിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ അതുമാത്രമല്ല, ഇതുപോലെ ഈ പറയാണ്ട് എല്ലാവരുടെ മനസ്സിലും തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം ഇത് എനിക്ക് നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ബൈ.